السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ അവസാന നാളുകളിലാണ് നമ്മളുള്ളത്. പവിത്രമാക്കപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൻ്റെ താളുകളിൽ മറക്കാനാകാത്ത ഹിജരിയ കലണ്ടറിലെ ആദ്യത്തെ മാസമാകുന്ന മുഹറം നമ്മുടെ മുമ്പിലേക്ക് ഇതാ കാലെടുത്ത് തൂക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ മക്കയിൽ നിന്ന്, പിറന്ന നാട്ടിൽ നിന്ന് പരിശുദ്ധ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മദീനത്തുൽ മുനവ്വറയിലേക്ക് പാലായനം ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നല്ലോ, ഈ മക്കയിൽ നിന്ന് എന്നെ ആട്ടിയോടിക്കുമായിരുന്നില്ലെങ്കിൽ എന്നെ മക്കയിലാണ് മറവ് ചെയ്യപ്പെടുക, അതായിരുന്നു എനിക്ക് മഹബത്ത് എന്ന് പറഞ്ഞിരുന്നു. കാരണം മക്ക അള്ളാഹു ആദരിച്ച, അള്ളാഹുവിൻ്റെ ഭവനം നിലകൊള്ളുന്ന ഭൂമിയാണ്. എന്നാൽ മദീന അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു ഹബീബിനെ വരവേറ്റ മണ്ണാണ്. ഈ രണ്ട് ഭൂമിക്കും വലിയ ഫളീലത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഈ യാത്രയെ ലക്ഷ്യമാക്കി, ഈ യാത്ര ആണ് ഹിജറ വർഷത്തിൻ്റെ കലണ്ടറിലെ ആദ്യത്തെ ഒരു സംഭവമായി എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിജറ വർഷ കലണ്ടറിലെ ആദ്യത്തെ മാസമാകുന്ന മുഹറം ഇതാ നമ്മിലേക്ക് കടന്നു വരുന്നു. ഈ വർഷാദ്യത്തിൽ പ്രത്യേകമായിട്ടും ദുആ ചെയ്യലും സ്വലാത്ത് ചൊല്ലലൊക്കെ സുന്നത്തുണ്ട്. വർഷാരംഭത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തംലഉ ഖസാഇനല്ലാഹി നൂറാ വതകൂനു ലനാ വലിൽ മുഅ്മിനീന ഫർഹൻ വഫറജൻ വസുറൂറാ وعلى آله وصحبه وسلم تسليما كثيرا. اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك العظيم المعول. وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ഈ പ്രാർത്ഥന പ്രത്യേകം സുന്നത്തുണ്ട്. മുഅ്മിനീങ്ങളെ, വർഷാരംഭത്തിൽ ഖൈറുകളെ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ധന്യമാക്കേണ്ടത്. മഹാനായ അബൂ ഹാമിദുൽ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, ഒരു ഹിജറ വർഷത്തിന്റെ ആദ്യ ദിവസം ഞാൻ മക്കയിലെ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു, ഈ ദിവസം ഖിദർ നബി അലൈഹിസ്സലാമിനെ ഒന്ന് കാണുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കാനൊരുങ്ങി. അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എനിക്ക് ഖിദർ നബി അലൈഹിസ്സലാമിനെ ഒന്ന് കാണിച്ചു തരണം. പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം മതാഫിൽ വെളിവായി. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തവാഫ് ചെയ്തു. ഗസാലി ഇമാം തങ്ങൾ പറയാണ്, അദ്ദേഹം ചൊല്ലുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ ഞാനും ചൊല്ലുകയും പ്രവർത്തിക്കുകയും ചെയ്തു. തവാഫ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിരിഞ്ഞുപോയി. ഞാൻ കഅബയെ നോക്കി ഇങ്ങനെ ഇരുന്നു. ശേഷം അദ്ദേഹം എന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, യാ മുഹമ്മദ്, ഹറമു ഷരീഫിൽ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടാൻ നിങ്ങൾ പ്രാർത്ഥിച്ചതെന്താണ്? അപ്പോൾ മറുപടി കൊടുത്തത്, യാ സയ്യിദേ, ഇതൊരു പുതുവർഷമാണല്ലോ. അങ്ങയുടെ ഈ ഇബാദത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ വർഷത്തെ വരവേറ്റ് സമാധാനം കൊള്ളാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് നിസ്കരിക്കാൻ പറയുകയും ഞാൻ പറഞ്ഞ പോലെ നിസ്കരിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. മുഅ്മിനീങ്ങളെ,
വർഷാരംഭത്തിൽ നല്ലൊരു ശുഭലക്ഷണമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട്. വൽ ഫജ്ർ, പുലി തന്നെയാണ് സത്യം, പുലരി തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്നും പറയുന്നു. ഈ 10 രാത്രികളെ കുറിച്ച് പറയണത് അത് മുഹറം 1 മുതൽ 10 വരെയാണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ദുൽഹിജ്ജയിൽ കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ ഈ മാസം ദുൽഹിജ്ജന്റെ അവസാന നാളുകളാണല്ലോ. ഈ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത്, ഈ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി. ഇതേ ആയത്തിന് തന്നെ മുഹറം 1 മുതൽ 10 വരെയാണെന്നും മഹത്തുക്കൾ രേഖപ്പെടുത്തി. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള മാസം മുഹറമാണ് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ റമദാനിൽ 30 നാളുകൾ നമുക്ക് നോമ്പുണ്ടല്ലോ. എന്നാൽ ഈ ഉമ്മത്തിന്റെ മുമ്പത്തെ നബിമാർക്കെല്ലാം നിർബന്ധമായ ഒരു നോമ്പ് അത് മുഹറം 10 മാത്രമായിരുന്നു. അത്രമാത്രം മഹത്വമുള്ള ഒരു മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മാസത്തിന് അതർഹിക്കുന്ന പരിഗണന നൽകേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചില സമയങ്ങളും ചില മാസങ്ങളും ചില ദിവസങ്ങളും പരിഗണിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിച്ചാൽ അത് തഖ്വയുടെ അടയാളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ വഹബ് ബിൻ മൻബഅ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് തൻ്റെ വഹി കൊടുക്കുന്ന നിർദ്ദേശത്തിലൂടെ പറഞ്ഞു, മൂസാ നബിയെ, യാ മൂസാ മുർ ഖൗമക അൻ യതൂബു ഇലയ്യ ഫി അവ്വലി അശ്റിൽ മുഹറം. മൂസാ നബിയെ, നിങ്ങളുടെ ജനതയോട് നിങ്ങൾ കൽപ്പിക്കേണ്ടത് മുഹറമിലെ ആദ്യത്തെ 10 അള്ളാഹുവിനോട് തൗബ ചെയ്യണം. ആദ്യത്തെ ദിനരാത്രങ്ങൾ പ്രത്യേകം ധന്യമാക്കണം. ഫല്യഖ്റുജൂ ഇലയ്യ അഗ്ഫിർ ലഹും. എന്നിലേക്ക് അവർ വന്നാൽ, എന്നിലേക്ക് തൗബ ചോദിച്ചുകൊണ്ട് ഖേദിച്ച് മടങ്ങിയിട്ട് എന്നിലേക്ക് അവർ വന്നാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു ആദരിച്ച ദിവസങ്ങളെ പരിഗണിക്കണം. നമുക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഈ മുഹറമിൻ്റെ പടിവാതിക്കൽ എത്തുമ്പോൾ ആദ്യത്തിൻ്റെ 1-ാമത്തെ രാവ് ഹിജറ കലണ്ടറിലെ അടുത്ത വർഷത്തിൻ്റെ 1-ാമത്തെ ദിവസം നമ്മിലേക്ക് വരികയാണ്. ആ ദിവസം ധന്യമാക്കിയാൽ ഏതൊരു പ്രവർത്തനത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് അത് കൃത്യവും വ്യക്തവും ക്ലിയർ ആക്കുകയും ചെയ്താൽ ഫിനിഷിംഗ് പോയിന്റിൽ നമ്മൾ ലക്ഷ്യത്തേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.